Watch full episodes on Jio Hotstar. വൗ! അവക്ക് എത്ര നീളമുള്ള മുടിയാ? അവളെ പിന്നെ പ്രശംസിക്കാം. ആദ്യം ഒന്ന് കൂവി വിളിക്ക്. വലിച്ചു പിടിക്ക് ചാർമിയെ, വലിച്ചു പിടിക്ക്. ഞാനിപ്പോ ചാമിയെ സഹായിച്ചേ പറ്റോ. ഞാൻ ഇപ്പൊ ഞാൻ എന്റെ പവേഴ്സ് ചാമിക്ക് കൊടുത്തേ പറ്റൂ. ദിബൈസ്ക മാജിക് ട്രാൻസ്ഫറേറ്റോ. അത് ഞാനും വരുന്നുണ്ട്. ചാമി, ഹോലോമാൻ, ഞങ്ങളെ സഹായിച്ചതിന് നന്ദിയുണ്ട്. ഇതൊക്കെ രാജാക്കളുടെ രാജാവായ പപ്പറ്റ് രാജാവിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നതൊക്കെ ഞങ്ങൾക്ക് ചെയ്തേ പറ്റൂ. രുദ്ര, താങ്ക്സ് പറയേണ്ടത് ഞാനല്ലേ? നീ എനിക്ക് മാജിക്കൽ പവേഴ്സ് ട്രാൻസ്ഫർ ചെയ്തില്ലായിരുന്നെങ്കിൽ നിങ്ങളെ ബോൾ ഹൗസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ലായിരുന്നു. രാത്രി സമയത്തുള്ള ഈ സഞ്ചാരം അപകടമാണ്. നമുക്ക് ഇവിടെ നിൽക്കാം. രാവിലെ വരെ ഞാനൊപ്പം ഉണ്ടാവും. വൗ! നിന്റെ മാജിക്കൽ ഹെയർ എന്ത് ഭംഗിയാ. യെസ്, താങ്ക്സ്. റെസ്റ്റ് എടുക്കൂ. രാവിലെ നമുക്ക് പോകേണ്ടതാണ്. എനിക്ക് നിങ്ങളോടൊപ്പം വരാനായി സാധിക്കില്ല. നിങ്ങൾ എപ്പോഴും സമയം ശ്രദ്ധിക്കണം. ഇനി വെറും 12 മണിക്കൂറേ ഉള്ളൂ. വിഷമിക്കണ്ട ചാമി, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. ചേട്ടാ, ഇതാകെ ഗുലുമാലായല്ലോ. നിങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴിയുടെ ക്ലൂ ഒന്ന് പറഞ്ഞു തരൂ. എത്തിക്കഴിഞ്ഞല്ലോ നിങ്ങളുടെ ഗൈഡ്. ഇവനൊരു പാവമാ. ഷൂ വേൾഡിൽ കാണാതായതാ. അവിടെ നിങ്ങൾ അന്വേഷിച്ചു നടക്കുകയായിരുന്നു. അപ്പൊ ഓക്കെ രുദ്ര ആൻഡ് ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി. ബെസ്റ്റ് ഓഫ് ലക്ക്. രുദ്ര, നീ എന്നൊന്ന് കണക്ട് ചെയ്യൂ. നീ എവിടെയാണ് രുദ്ര? രുദ്ര, മുത്തശ്ശ, ഞങ്ങളിവിടെ കുടുങ്ങിപ്പോയി. രുദ്ര, എന്റെ മോനെ, നീ എവിടെയാണ്? നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? മുത്തശ്ശ, ഞങ്ങൾ ഈ ഫോർഗോട്ടൻ വേൾഡിൽ അറിയാതെ വന്നതാ. ഷെടാ, ഇങ്ങനെ പോയാൽ മുത്തശ്ശന്റെ ബോഡി തന്തൂരി ആയി പോകുമല്ലോ. മുത്തശ്ശ, നിങ്ങൾക്ക് എന്ത് പറ്റി മുത്തശ്ശ? അയ്യോ മുത്തശ്ശ,
ചില്ലി, നീ എന്റെ ഫോക്കസ് മാറ്റിക്കളഞ്ഞു. ചില്ലി, നിനക്ക് കുഴപ്പമൊന്നുമില്ല. അത് പിന്നെ മുത്തശ്ശ, നിങ്ങളുടെ ബോഡി ചൂട് കൊണ്ട് തിളക്കിയായിരുന്നു. അത് കണ്ടപ്പോ ഞാനൊന്ന് ടെൻഷനായി പോയി. സോറി. നീ എന്നെ ഓർത്ത് വിഷമിക്കുന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. രുദ്ര എവിടെ ഉണ്ടെന്ന് പിടികിട്ടി. എന്തായാലും ഒരു കാര്യത്തിൽ തീരുമാനമായി. മുത്തശ്ശൻ എങ്ങനെയെങ്കിലും നമ്മളെ ഇവിടുന്ന് പുറത്തിറക്കും. ആ പക്ഷെ നമ്മൾ പപ്പറ്റ് രാജാവിന് കൊടുത്ത വാക്ക് പാലിച്ചേ പറ്റൂ. രുദ്ര, ഭാഗ്യം എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് കരുതണ്ട. നീ തിരിച്ചു പോകൂ, അല്ലെങ്കിൽ നിന്നോടൊപ്പം നിന്റെ കൂട്ടുകാരെയും ഞാൻ നശിപ്പിക്കും. നല്ലത് ചെയ്യുന്നവർക്ക് നല്ലതേ വരൂ. നീ രുദ്രയെ തൊട്ട് കളിക്കാനുണ്ടല്ലോ, പിന്നെ നീ മര്യാദയ്ക്ക് പോവില്ല. ഇതാ എത്തിക്കഴിഞ്ഞു ബീംസ് ഓഫ് ലൈഫ്. പിന്നെ പുറകില് ആനിമൽസ് ഓഫ് ടേക്കിംഗ് ലൈഫ് ആണുള്ളത്. രുദ്ര, അവിടെ ഒരുപാട് ഇരുട്ടാ, ഒന്നും കാണാൻ പറ്റുന്നില്ല. Animals, happy hunting. Attack. പ്രൊട്ടക്ഷൻ ഷീൽഡ് ക്രിയേറ്റോ. രുദ്ര, ആനിമൽസിനെ തടഞ്ഞാൽ മതിയാവോ, അല്ലെങ്കിൽ ഷീൽഡ് പൊട്ടിപ്പോവും. ഫ്രണ്ട്സ്, ഇനിയിപ്പോ നമ്മുടെ കൈവശം ഒരു ഒറ്റ വഴി മാത്രമേ ബാക്കിയുള്ളൂ. ഇനിയിപ്പോ നമുക്ക് തിരിച്ചു ഓടാനും പറ്റില്ല, കാരണം നമ്മുടെ ടാർഗറ്റ് നമ്മുടെ മുന്നിലാണ് ഉള്ളത്. ഈ ബീംസ് ഓഫ് ലൈറ്റിന്റെ ഇടയ്ക്ക് കൂടി നമ്മൾ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടണം. രുദ്ര, those beams are so dangerous. ഒന്ന് ടച്ച് ചെയ്താൽ മതി, അപ്പൊ തന്നെ നമ്മൾ ഡിസോൾവ് ആയി പോകുന്നുള്ളത് ഉറപ്പാ. എനിക്കറിയാം മൈര, പക്ഷേ ഈ കാര്യം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം, മനസ്സിലായോ? മുത്തശ്ശൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ, ഫോക്കസ് ആൻഡ് ബിലീവ്. നിങ്ങൾ എല്ലാവരും എന്റെ പുറകെ തന്നെ വന്നോണ്ടിരിക്കേ. ഓരോരുത്തരും മറ്റുള്ളവരുടെ ഡ്രസ്സ് പിടിച്ചോളൂ. രുദ്ര, നീ നിന്റെ എക്സ്പ്രസ് ട്രെയിൻ ഓടിച്ചോളൂ, ഞങ്ങൾ റെഡിയാണ്. എന്റെ ദൈവമേ, ഇന്ന് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. ഇനി ഒരിക്കലും ഫോർഗോട്ടൻ വേൾഡിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുക പോലും ഇല്ല. അയ്യോ, ഈ റിങ്ങിനകത്ത് നമ്മൾ കുടുങ്ങിപ്പോയി. ഞാൻ ഇനി റിങ് ഇടാനേ പോകുന്നില്ല. എടാ, ഇതാകെ ഗുലുമാലായല്ലോ. ഞങ്ങളെ ഈ അപകടത്തിൽ നിന്നും രക്ഷിക്കണ ദൈവങ്ങളെ. വരൂ, നമുക്ക് റിങ് എടുക്കാം.
നിങ്ങൾക്ക് ഞാൻ റെഡി ആവണല്ലേ? എന്നാ റെഡി. ഗോൾ അടിച്ചു. അച്ഛൻ ഗോൾ അടിച്ചു. രുദ്ര, അവൻ സമയം വേസ്റ്റ് ചെയ്യാണ്. 36 മണിക്കൂറായതും അവൻ ഇവിടുന്ന് സ്ഥലം വിടും. ഇനി ആ പോർട്ടൽ തുറക്കാൻ വെറും 30 മിനിറ്റേ ബാക്കിയുള്ളൂ. ഓക്കെ മൈര. ഇതെങ്ങനെ സംഭവിച്ചു? മൈര വരും, ഡ്രങ്കില്ല, വേഗം വരൂ, അവര് രക്ഷപ്പെടുകയാണ്. അച്ഛാ, എനിക്ക് വിശക്കുന്നു. എന്തെങ്കിലും വാങ്ങിച്ചു താ അച്ഛാ. എടാ എന്റെ കുറുമ്പൻ ചെറുക്ക, ഞാൻ നിന്നെ എന്താ ചെയ്യുക? പപ്പറ്റ് രാജ, ഒരു പക്ഷെ ആ റിംഗ് നീ എനിക്ക് തിരിച്ചു തരികയാണെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിട്ടേക്കാം. എടാ, ഞാനാണ് രാജാക്കന്മാരുടെ രാജാവ്, പപ്പറ്റ് രാജാവ്, പിന്നെ മെജീഷ്യനും കൂടിയാണ്. എനിക്കിപ്പോ അത്രയ്ക്ക് സമയമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ നിന്നോട് ഏറ്റുമുട്ടാൻ തയ്യാറല്ല. നിന്നെ ഞാൻ ആ പോർട്ടൽ തുറക്കുന്നവരെ തടഞ്ഞു നിർത്താൻ പോവുകയാണ്. പോർട്ടൽ തുറന്നു കഴിഞ്ഞാ ഞാനങ്ങേ പറന്നു പോകും. ഞാനെന്നല്ല, നമ്മൾ എന്ന് പറയൂ. നമ്മൾ പറന്നു പോകുന്നു. അതെ അതെ, നമ്മൾ പറന്നു പോകും. നമ്മൾ മോനി റംഗീല, ഇത് കണ്ടോ, ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ദേ കണ്ടോ, നിന്റെ ബ്രൂം. അല്ല, ഇത് എന്റെ ചൂലാണല്ലോ.
രുദ്ര നീ ഇത് കണ്ടില്ലേ? ഇതിൽ എന്റെ പേര് എഴുതിയിട്ടുണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കൂ രംഗീല, ഞാൻ നിന്റെ ബൂം സ്റ്റിക്ക് ആണ്. How are you? Really, I am fine. നിനക്ക് എങ്ങനെയുണ്ട്? ഞാൻ വളരെ സന്തോഷായിരിക്കുന്നു. എന്നാൽ എനിക്കൊരു കാര്യം ഓർമ്മയുണ്ട്. നീ എന്നെ ഒരുപാട് ഉപയോഗിച്ചിട്ട് ഡസ്റ്റ്ബിനിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ രംഗീല? ഇന്ന് നിന്നോട് പകരം വീട്ടാനായിട്ട് എനിക്ക് നല്ലൊരു അവസരം കിട്ടിയിരിക്കുക. ഇത്രയും ചെറിയൊരു കാര്യത്തിലാണോ നീ എന്നെ ഇങ്ങനെ തല്ലുന്നത്? ഞാൻ മാത്രമല്ല, എന്റെ കൂട്ടുകാരും നിന്നെ ഇപ്പൊ തല്ലാൻ തുടങ്ങുകയാണ്. Come on, friends. ഷെടാ, ഇത് ആകെ ഗുലുമാലായല്ലോ. രുദ്ര രക്ഷിക്കണേ. നിക്കവിടെ. രുദ്ര. അയ്യോ, ഇന്ന് മുതൽ ഞാൻ ചൂല് വലിച്ചെടുത്തില്ലേ? അയ്യോ. കണ്ടില്ലേ രുദ്ര, ഈ ലോകത്ത് ഹ്യൂമൻസിനെതിരായി എന്തുമാത്രം വെറുപ്പാണെന്ന് കണ്ടില്ലേ? നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും വലിച്ചെറിയുകയാണ് നിങ്ങളുടെ പതിവ്. അതിനൊക്കെ കൂടിയാണ് പകരം വീട്ടാൻ ഞാനിപ്പോ വന്നിരിക്കുന്നത്. വെറുപ്പുണ്ടാക്കിയത് നീയാണ് അവരുടെ മനസ്സ് മാറ്റിയത്. അച്ഛാ, എന്റെ അച്ഛനെ തന്നെ അടിച്ചല്ലേ, വെറുതെ വിടലടോ. വളരെ നന്ദി എന്റെ മോനെ. ഐ ആം പ്രൗഡ് ഓഫ് യു. ഓടിക്കവനെ വിടരുത്. അമേസിംഗ്, വണ്ടർഫുൾ. ഹ്യൂമൻ വേൾഡിനുള്ള ഗേറ്റ് വേ പോർട്ടൽ ഇതാ തുറന്നു കഴിഞ്ഞു. എത്ര വർഷങ്ങളായിട്ട് ഞാൻ ഈ ദിവസത്തിന് വേണ്ടിയാ കാത്തിരുന്നത്. യെസ്, ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് പോകാനുള്ള സമയമായി കഴിഞ്ഞു. ഞാനോ അതോ നമ്മളോ? നമ്മൾ തന്നെയാണ് ചാർമി, നമ്മളാണ് പോകുന്നത്. വീണ്ടും എന്നോട് ചോദ്യം ചോദിക്കരുത്. നിങ്ങൾ രണ്ടുപേരും ഇല്ലാതെ എന്നെ കൊണ്ട് എങ്ങോട്ടും പോകാൻ സാധിക്കില്ല. വരൂ, പോർട്ടൽ തുറക്കുകയാണ്. ഓ, പോകുന്നതിന് മുമ്പ് എൻട്രി ഫീസ് കൊടുത്തല്ലേ പറ്റൂ. ഞാൻ നിങ്ങളുടെ ഒരു അടിപൊളി ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. സ്മൈൽ പ്ലീസ്. എന്റെ രുദ്ര, പൊന്നു രുദ്ര, ഇനി നിനക്ക് സംസാരിക്കാൻ മാത്രമേ പറ്റൂ. മാജിക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭീം താഴേക്ക് വരുന്നത് വരെ നിനക്ക് എത്ര സംസാരിക്കണമെങ്കിലും സംസാരിക്കാം. പറയേ സംസാരിക്കേ. സംസാരിക്കേ. രാജാവിന്റെ രാജാവായ പപ്പറ്റ് രാജ ശരിക്കുമുള്ള രാജാവായി മാറാൻ പോവുകയാണ്. ചാർമി, ഹോലോമാൻ, ഈ ലോകത്തെ നല്ലോണം നോക്കിക്കോ. നല്ലോണം നോക്കിക്കൊള്ളണം. അപ്പോൾ നമ്മൾ ഒരുമിച്ചല്ലേ പോകുന്നത്? ഓ ചാർമി, എന്റെ ചാർമി, നീ അങ്ങോട്ട് വന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് പറ. എന്റെ കൈവശം ആ മാജിക്കൽ റിങ്ങിന്റെ പവേഴ്സ് ഉണ്ട്. പക്ഷെ നീ അവിടെ വന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? റിംഗ് ഒന്നുമില്ലാതെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ബസ്സിന് നീ തവിട് പൊടിയാകും. അതെ. സെൽഫിഷ്. ഞങ്ങളോട് ഇത്രയും നേരം നീ കള്ളം പറയായിരുന്നല്ലേ? നമ്മൾ ഒരുമിച്ച് പോകുന്നില്ലേ നീ പറഞ്ഞത്? നമ്മൾ ഞാൻ പറഞ്ഞതൊക്കെ ശരിയാ. ഞാൻ നിന്നോട് പറഞ്ഞത് നമ്മൾ ഒരുമിച്ച് പോകുമെന്നാണ്. ദേ കണ്ടോ, ഞങ്ങളിപ്പോ പോവുകയാണ്. ഞങ്ങൾ ദ കിങ് ഓഫ് കിങ്സ്, രാജാക്കന്മാരുടെ എല്ലാം രാജാവ്, പപ്പറ്റ് രാജാവ്. പപ്പറ്റ് രാജ, നീ മനുഷ്യരെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിങ്ങൾ യൂസ് ചെയ്തിട്ട് വിട്ടിട്ട് പോകുന്ന സാധനങ്ങളുണ്ടല്ലോ, അതിനൊന്നും ജീവനില്ല. ഒരു മനുഷ്യർക്കും അത് മനസ്സിലാവില്ല. നിങ്ങൾ ഫോർഗോട്ടൺ വേൾഡിൽ ഉണ്ടായിട്ട് അലൈവാകുമെന്ന് അറിയില്ല, ജീവൻ കിട്ടുമെന്ന് അറിയില്ല. നമ്മൾ എത്ര പെറ്റ്സ് വളർക്കുന്നുണ്ട്, അതിന് ഞങ്ങൾ വിട്ടിട്ട് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ നീ അങ്ങനെ ആലോചിക്കുന്നത്? മനുഷ്യർ വളരെ നല്ലവരാണ്. തെറ്റാണ് രുദ്ര, തെറ്റ്.
മനുഷ്യര് സെൽഫിഷ് ആണ്. തന്നിഷ്ടത്തിന് എന്ത് ചെയ്യും, സന്ദർഭത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. കയ്യിൽ കിട്ടിയതെല്ലാം യൂസ് ചെയ്തിട്ട് വലിച്ചെറിയുന്നവരാണ്. ഞാൻ അവരോട് പ്രതികാരം ചെയ്യാതെ വിടുന്ന പ്രശ്നമില്ല. വലിച്ചെറിയുമെന്നോ? സെൽഫിഷ് എന്ന് പറയുന്നത് നീയാണ്. ചാമ്യം ഹോളോമനും വിട്ടച്ച് നീ പോവാണ്. അവര് നിന്റെ കൂട്ടുകാരല്ലേ, പിന്നെ എന്തിനാ നീ അവരെ വിട്ടച്ച് പോകുന്നത്? ശരിക്കും സെൽഫിഷ് എന്ന് പറയുന്നത് നീയാണ്, മനുഷ്യരല്ല. നമ്മൾ ഇക്കാര്യത്തിൽ രുദ്രയെ സപ്പോർട്ട് ചെയ്യണം. രുദ്ര പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ മാത്രം ഹ്യൂമൻ വേൾഡ് പോയിട്ട് എന്ത് ചെയ്യാനാ? എല്ലാവരെയും കൊണ്ടുപോകണം. ഹായ് ക്യാമറ, നീ ഫോട്ടോ എടുക്കുമ്പോ ചീസ് എന്ന് പറഞ്ഞില്ല. വീണ്ടും ഫോട്ടോ എടുക്ക് പ്ലീസ്. ആദ്യം ചീസ് എന്ന് പറ. എങ്കിൽ ശരി, പറയൂ ചീസ്. സോറി ക്യാമറ, ഇപ്പൊ എനിക്ക് ഫോട്ടോ എടുക്കാവുന്ന സമയമില്ല. രുദ്ര, നിന്റെ മാജിക്കൽ വേവ്സ് ഈ ബീമിനകത്ത് എൻ്റർ ആവില്ല. എന്റെ നേർക്ക് മാജിക് ചെയ്യണമെങ്കിൽ അതിന് നീ ബീമിന്റെ അകത്ത് വന്നേ പറ്റൂ. അങ്ങനെ നീ അകത്തേക്ക് വന്നാൽ അതോടെ നീ സ്വാഹായി പോവും. ഞാൻ വിജയിച്ചു, പിന്നെ നീ തോറ്റു പോയിരിക്കുകയാണ് രുദ്ര. ലൂസർ, ലൂസർ. രുദ്ര ഒരു ലൂസറാണ്. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവർസും ഒരിക്കലും സംശയിക്കരുത്. Zibaika Protection Gate que Creato. രുദ്ര, എന്നെ വിട്, എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്. ഇതെനിക്ക് കിട്ടിയ ഒരു സൂപ്പർ ചാൻസ് ആണ്. ഈ ചാൻസ് ഞാൻ മിസ്സാക്കാൻ പാടില്ല. എന്നെ വിട് രുദ്ര, എന്നെ വിട്, എന്നെ പുറത്തേക്ക് വിട് രുദ്ര, പ്ലീസ് എന്നെ വിട്. അയ്യോ, രുദ്ര, നിർത്ത്. മുകളിൽ പോർട്ടലുണ്ട്, അത് അടയാൻ പോവുകയാണ്. അത് അടഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഇവിടെ നിന്ന് പോകാനാവില്ല. താങ്ക് യു രുദ്ര. നിന്നെയും നിന്റെ കൂട്ടുകാരെയും കണ്ടുമുട്ടിയതോർത്ത് ഞാൻ അഭിമാനിക്കുന്നു. എല്ലാവർക്കും നന്ദി. അയ്യോ, അങ്ങോട്ട് നോക്ക്, പോർട്ടൽ ഓൾമോസ്റ്റ് അടഞ്ഞു കഴിഞ്ഞു. അച്ഛാ അച്ഛാ, നമ്മൾ എങ്ങോട്ടേക്കാ പോകുന്നേ? രക്ഷപ്പെട്ടാൽ വീട്ടിലേക്ക് പോകാം, രക്ഷപ്പെട്ടില്ലെങ്കിൽ ദൈവത്തിന്റെ അടുത്തേക്ക് പോകാം.
രുദ്ര, പെട്ടെന്ന് വാ മോനെ, പെട്ടെന്ന് വാ, വാ. മുത്തശ്ശ, നിങ്ങൾ കറക്റ്റ് സമയത്താ എത്തിയത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് ഒന്നും പറയാൻ പറ്റില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് എപ്പോഴും നന്മ മാത്രമേ സംഭവിക്കൂ. അല്ല, നമ്മള് സൺ സിറ്റിയിലേക്ക് എപ്പോഴാ വന്നത്? നമ്മൾ ഫോർഗോട്ടൻ വേൾഡിലായിരുന്നില്ലേ? പിന്നെന്താ പറ്റിയത്? അത് ശരി, ഫൊഗോട്ടൻ വേൾഡിൽ നിന്ന് വന്നപ്പോ തന്നെ വരുണിന്റെ മേലെ അവർ ചെയ്ത മാജിക് പോയല്ലോ. നിന്റെ അച്ഛൻ രംഗീലയോടൊന്ന് ചോദിക്ക. ആ, അല്ല, രംഗീല എപ്പോഴാ എന്റെ അച്ഛനായത്? Watch India's largest kids library only on Jio Hotstar. Download the app now.